എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കേസ് ഗുഡ് ഈവനിങ്. നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂട്ടാപഹിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ടാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നല്ലപോലെ ഒന്ന് വായിച്ച് നോക്കുക. കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് എടുത്ത ക്ലാസ്സിൽ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി നേരെ നമ്മളെ ടൂട്ടാപഹിയ എന്നുള്ള ചാപ്റ്ററിൻ്റെ നോട്ടിലേക്ക് പോകാം. ഗെയ്സ്, നമുക്കിന്ന് ടൂട്ടാപഹിയ എന്നുള്ള ആ ഒരു ചാപ്റ്ററിൻ്റെ നോട്ട്സാണ് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മളെ ലേഖകൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ധർമ്മവീർ ഭാരതി എന്നുള്ളതാണ്. വിധ കിസ് വിധ കി രചന, കവിതയാണ്. ഏത് തരത്തിലുള്ള രചനയാണെന്നാണ് ചോദിച്ചത്, അതവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ മത്ലബ്, ഈ രണ്ട് വേർഡിൻ്റെയും അർത്ഥം എന്താണെന്ന് ചോദിക്കാം എക്സാമിന്. ലോഹാലേന എന്ന് വെച്ചാൽ ലഡായി കർണ, കുജൽ ദേന എന്ന് വെച്ചാൽ സർവനാഷ് കർണ. ലോഹാലേന എന്നതിൻ്റെ മലയാള വേർഡ് മീനിങ് ആണ്, നമുക്കറിയാം, എതിർക്കുക എന്നുള്ളതാണ്. ഓക്കെ, എതിർക്കുക. ലഡായി കർണ, യുദ്ധം ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. കുജൽ ദേന, ചവിട്ടി മെതിക്കുക, അതായത് സർവനാഷ് കർണ, ഇല്ലാതെയാക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് വേർഡ് മീനിങ്സും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, വൺ വേർഡായിട്ട് ചോദിക്കാം. ഓക്കെ, അടുത്തത് സഹി മിലാൻ കരേം എന്നുള്ള ഒരു ഭാഗമാണ്. പ്രതീക് പ്രാതിനിധ്യ കർത്തേഹ്, അതായത് ഒരു പ്രതീകം അവിടെ കൊടുത്തിട്ടുണ്ട്, അതെന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണുള്ളത്. അപ്പോൾ അവിടെ ഉള്ളത് ടൂട്ടാപഹിയ എന്ന് പറയുമ്പോൾ ലഘുമാനവാണ്, അഭിമന്യു എന്ന് പറയുമ്പോൾ ഉച്ചമാനവാണ്, ഓർ അധർമ്മക്ക് വിരോധി, അധർമ്മത്തിനെതിരെ തിരിയുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ അഭിമന്യു എന്ന് പറയുന്നത്. ചക്രവ്യൂഹം എന്ന് പറയുമ്പോൾ ആധുനിക സമസ്യായി, അതായത് ഇന്നത്തെ കാലത്തുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. മഹാരഥി എന്ന് പറയുമ്പോൾ വിപക്ഷി ദൾ, അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ദൾ, പാർട്ടി അല്ലെങ്കിൽ ഓപ്പോസിഷൻ ആയിട്ടുള്ള വ്യക്തികളെ പറ്റിയിട്ട് പറയുന്നു മഹാരഥി. അധികാരി വർഗങ്ങളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ കേട്ടോ. അടുത്ത ബ്രഹ്മാസ്ത്ര, ശക്തിശാലി ഹത്തിയാറിയ മഹാശക്തി. ബ്രഹ്മാസ്ത്രം എന്ന് പറയുമ്പോൾ ആ മഹാരഥന്മാരുടെ കൈകളിലുള്ള ബ്രഹ്മാസ്ത്രങ്ങൾ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ശക്തിയുള്ള വെപ്പൺസ് ആണ്. ഹത്തിയാർ എന്ന് പറയുമ്പോൾ വെപ്പൺസ് ആണ് പറയുന്നത്. ഈ മഹാശക്തി, അത്രയും പവർഫുൾ ആയിട്ടുള്ള അധികാരങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശക്തിശാലി ഹത്തിയാർ എന്ന് പറയുമ്പോൾ ശക്തമായിട്ടുള്ള വെപ്പണാണ് പറയുന്നത്. അപ്പോൾ അവിടെ അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രതീക് പ്രാതിനിധിത്വ, അപ്പോൾ ഇതെന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും എക്സാമിന് വരാവുന്നൊരു ചോദ്യമാണ്. അപ്പോൾ നന്നായിട്ട് നോക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് ആശയ ലിഖിയെ എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞു കവി ഓർ കവിതാക്കോ പരിചയ ദേത്തെ ഹുയെ നീച്ചെ ദിയെ അംശിക ആശയ ലിഖിയെ എന്നുള്ളതാണ്. കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ആശയം എഴുതുക എന്നതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ അപ്പനെ പക്ഷക്കോ അസത്യ ജാനത്തെ ഹുയെ ബി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പനെ ബ്രഹ്മാസ്ത്രം സെ കുജൽ ദേന ചാഹി. അപ്പോൾ അവിടെ 2-3 ലൈൻസിൻ്റെ മത്ലബ് ഓർ ആശയ് ക്യാ ഹെ എന്ന് ചോദിക്കാം, ആശയം എഴുതാൻ ചോദിക്കാം. അപ്പോൾ അവിടെ ഒറ്റയടിക്ക് ചോദിക്കില്ല, ഏതെങ്കിലും ഒരു സെക്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ ആശയമായിരിക്കാം ചോദിക്കുന്നത്. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു പോയിൻ്റ്, യഹ് മഹാഭാരത് കെ എക് പ്രസംഗ് പർ ആധാരിത് ഹെ. ഇത് മഹാഭാരതത്തിലെ ഒരു സന്ദർഭവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. യഹാം അഭിമന്യു ചക്രവ്യൂഹ് മേം അഖേല പ്രവേശ് കിയാ ഹെ. ഇവിടെ അഭിമന്യു ചക്രവ്യൂഹത്തിലേക്ക് അഖേല പ്രവേശ് കിയ, ഒറ്റയ്ക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. കൗരവ് സേനാക്കെ മഹാരഥിയും സാധാരണ ജനതാക്കോ കുജൽ ദേന ചാഹത്തി थी. കൗരവ് സേനകളുടെ മഹാരഥന്മാർ, പണ്ഡിതന്മാർ സാധാരണ ജനതാക്കോ, സാധാരണയായിട്ടുള്ള ജനങ്ങളെ കുജൽ ദേന ചാഹത്തി ഹെ, ചവിട്ടി മെതിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഉസ് മഹാരഥിയും ആഖിർ അഭിമന്യുക്കോ മാർനെ കെ ലിയെ തയ്യാർ കർത്തി ഹെ. ആ മഹാരഥന്മാർ അഭിമന്യുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തു എന്നതാണ് ഹിസ്റ്റോറിക്കലി പറയുന്നൊരു കാര്യം. അതായത് ചരിത്രപരമായിട്ട് ഇങ്ങനെ മഹാഭാരത കഥയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് ഈ 2 സെക്ഷനാക്കിയിട്ടാണ് ഈ ചാപ്റ്ററിന് തിരിച്ചിട്ടുള്ളത്. ഒന്ന് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും, അതുപോലെ തന്നെ ആജ് കി സമാജ് കി ബാരമേ ബി കഹ്താ ഹെ, ഇന്നത്തെ സൊസൈറ്റിയെ പറ്റിയിട്ട് കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് കടക്കാം. യഹാം ഹമേം പത്താ ചലാ ഹെ കി. ഇവിടെ നമുക്ക് പത്താ ചല അറിയാൻ കഴിയുക. ഓക്കെ, പത്താ ചലാ ഹെ കി എന്തെന്നാൽ ബഡേ ബഡേ മഹാരഥിയോ, വലിയ വലിയ മഹാരഥന്മാർ, പണ്ഡിതന്മാർ, യാ
അധികാരിയോ അധികാരി വർഗങ്ങൾ അപ്പനെ ഹാത്തോമേം രഖേ തൻ്റെ കൈകളിലുള്ള ബ്രഹ്മാസ്ത്രങ്ങളാൽ യാ അധികാരോം സെ അധികാരങ്ങളാൽ എന്ത് ചെയ്യുന്നുണ്ട് സാധാരണ ജനതാക്കോ സർവനാശ് കർത്തീഹേ. അപ്പോൾ അവിടെ പറയുന്ന കാര്യം ബഡേ ബഡേ മഹാരഥിയോ വലിയ വലിയ പണ്ഡിതന്മാർ അപ്പനെ അധികാരോം സെ തൻ്റെ അധികാരങ്ങളാൽ സാധാരണ ജനതാക്കോ സർവനാശ് കർണ ചാത്തിഹെ സാധാരണ ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ ബ്രഹ്മാസ്ത്രോംസെ എന്ന് പറയുന്നുണ്ട്. അത് ബ്രഹ്മാസ്ത്ര ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അധികാരി വർഗങ്ങൾ അധികാരം കൊണ്ട് സാധാരണ ജനങ്ങളെ സർവനാശ് കർണ ചാത്തിഹെ കുജൽ ദേന ചാത്തിഹെ അപ്പോൾ ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആണ് നമ്മളവിടെ അടുത്ത വരികളിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇവിടെ സർവനാശ് കർണ ചാഹത്തിഹെ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ സാധാരണ ജനങ്ങളെ ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. യഹി ഹേ ഇസ് പങ്ക്തിയാം കി സാരാംശ്. ഇതാണ് ഈ വരികളുടെ ആശയമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് കടക്കാം. തബ് മേ രദ്ക ടൂട്ടാ പാഹിയ ഉസ്കെ ഹാത്തോം സെ ബ്രഹ്മാസ്ത്രോം സെ ലോഹാലെ സക്താഹും. അപ്പോൾ ഞാൻ പൊട്ടിയ ചക്രമാണ് ഉസ്കെ ഹാത്തോം സെ സാധാരണ ജനങ്ങളുടെ കൈകളിൽ നിന്നുകൊണ്ട് ബ്രഹ്മാസ്ത്രോം സെ ലോഹാലെ സക്താഹും ബ്രഹ്മാസ്ത്രങ്ങൾക്കെതിരെ നേരിടാൻ സാധിക്കുമെന്ന് പറയുകയാണ്. ഇസ് ഭാഗമേം ഈ ഒരു ഭാഗത്തിൽ കവി ബതാന ചാത്താ ഹെ കവി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കി എന്തെന്നാൽ ബഡേ ബഡേ മഹാരഥിയോ വലിയ വലിയ മഹാരഥന്മാർ അപ്പിനെ ബ്രഹ്മാസ്ത്രോം സെ തൻ്റെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് സർവനാശ് കർണേ സമയം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് തബ് ഉസ് ടൂട്ടാ പഹിയ അപ്പോൾ ആ പൊട്ടിയ ചക്രം സാധാരണ ജനതാക്കെ ഹാത്തോമേം സാധാരണ ജനങ്ങളുടെ കൈകളിൽ നിന്നുകൊണ്ട് ബ്രഹ്മാസ്ത്രത്തെ യാ അല്ലെങ്കിൽ ഉസ് അധികാരിയോം സെ ആ ഒരു അധികാരികൾക്ക് എഗെയിൻസ്റ്റായിട്ട് ലോഹാലയ സക്താഹും നേരിടാൻ സാധിക്കും എന്നതാണ് പറഞ്ഞു തരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് ഇതിഹാസോം കി സാമൂഹ്യഗതി പർ സഹസാസ് झूठी पड़ जाने पर सच्चाई टूटे हुए पहियों का ആശ്രയിലെ. അപ്പോൾ ഇതിൻ്റെ മത്ലബ് ഓർ സാരാംശം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും. കവി കവിതാ ഹേക്കി കവി പറയുന്നുണ്ട് ടൂട്ടാ ഹുവ പഹിയോം കോ ന ഫെങ്കോ പൊട്ടിയ ചക്രത്തെ വലിച്ചെറിയരുത്. ക്യോം കി എന്തുകൊണ്ടെന്നാൽ ഏക സൻസാർ മേം ഈ ഒരു ലോകത്തിൽ കൈ സമസ്യാവും ആത്തിഹേ ഒരുപാട് സമസ്യാവും പ്രോബ്ലംസ് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. മത്ലബ് ഏക്ക് ദുരൂഹ ചക്രവ്യൂഹ ഇതൊരു ദുരൂഹമായിട്ടുള്ള ചക്രവ്യൂഹമാണ്. അടുത്ത പോയിന്റ് ബഡേ ബഡേ മഹാരഥി വലിയ വലിയ മഹാരഥിമാർ അപ്പനി അധികാരോം സെ തൻ്റെ അധികാരങ്ങളാൽ സച്ചായിക്ക് ഖിലാഫ് ലഡ്നേക്കോ സത്യത്തിന് എഗെയിൻസ്റ്റായിട്ട് ഇസ്കി ഖിലാഫ് എഗെയിൻസ്റ്റായിട്ട് ലഡ്നേക്കോ തയ്യാർ കർണേ വക്ത് അതായത് സത്യത്തിന് എഗെയിൻസ്റ്റായിട്ട് വലിയ വലിയ മഹാരഥന്മാർ തൻ്റെ അധികാരങ്ങൾ കൊണ്ട് തയ്യാറെടുക്കുന്ന സമയത്ത് സച്ചായി പൊട്ടിയ ചക്രം ടൂട്ടേ ഹുയെ പഹിയോം കോ ആശ്രയി ലേത്താഹെ പൊട്ടിയ ചക്രങ്ങളെ ആശ്രയിക്കും ഈ പറഞ്ഞ സത്യം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളെ സമൂഹത്തിൽ ഒരു തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ നമ്മളെ കൈകളിലുള്ള പൊട്ടിയ ചക്രങ്ങൾ കൊണ്ട് നമ്മൾ ആ ഒരു തെറ്റിനെതിരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി ഈ പാഠഭാഗത്തിൻ്റെ സന്ദേശമാണ് പറയുന്നത് കിസി ബി വസ്തുക്കോ ബേക്കാറിനെ സമച്ച് ഏതൊരു വസ്തുവിനെയും ബേക്കാറിനെ സമച്ച് ബേക്കാർ മീൻസ് എന്താണ് യൂസ്ലെസ് ആയിട്ട് വേസ്റ്റായിട്ട് നമ്മൾ കാണരുത്. ഹർ ചീസ് കോ ഓരോ വസ്തുവിനും ഉത്തനി മഹത്വ അത്രയും മഹത്വവും യാ മൂല്യഹേ മൂല്യം മീൻസ് വാല്യൂ ആണ്. അപ്പോൾ ഏതൊരു വസ്തുവാണെങ്കിലും ചെറിയൊരു വസ്തുവാണെങ്കിൽ പോലും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടെന്നാണ് ഇവിടെ അതിൻ്റെ സന്ദേശമായിട്ട് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കിസി ബി വസ്തുക്കോ ഏതൊരു വസ്തുവിനെയും ബേക്കാറിനെ സംബന്ധിച്ച് നമ്മൾ മോശമായിട്ട് അല്ലെങ്കിൽ യൂസ്ലെസ് ആയിട്ട് കാണരുത്. ഹർ ചീസ് കോ ഉത്തനി മഹത്വ മൂല്യ ഓരോ വസ്തുവിനും അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമ്മളെടുത്തുനിന്ന് ടൂട്ടാ പഹിയുടെ ആ ഒരു ഭാഗത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആശയം നമ്മൾ എടുക്കുന്ന സമയത്ത് അതായത് നമ്മൾ ആശയം പറയുന്ന സമയത്ത് ഇവിടെ ഏതെങ്കിലും ഒരു സെക്ഷൻ ആയിരിക്കാം ചോദിക്കുക. ഏതെങ്കിലും ഒരു സെക്ഷൻ ചോദിച്ചിട്ട് അതിൻ്റെ ആശയം എഴുതാൻ പറയാം. ഇനി അതല്ല കവിതയുടെ ആശയം കംപ്ലീറ്റ് എഴുതണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ആ കവിതയുടെ ആശയം ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ കവിയുടെ പേരും കവിയെ പറ്റിയിട്ട് 2-3 കാര്യങ്ങൾ കൂടെ അതിൽ ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്രയാണ് ഈ നോട്ട്സിലുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളത് നന്നായിട്ടൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക, നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക.
അപ്പോൾ ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്കത് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള സുഹൃത്തുക്കൾക്ക് കൂടെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കടന്നു വരാം. അപ്പോൾ എടുത്ത കാര്യങ്ങൾ പക്കയായിട്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, താങ്ക് യു.